ഹലോ, നല്ല നമസ്കാരം. പെപ്പി പോപ്കോൺ സിഡ്നിയിലെ കലാകാരന്മാരുടെ ടേക്ക് ഓക്കെ സീൻ 1. സെക്കൻഡ് മൂവി ദി പോക്കറ്റ് വാച്ച്. പോക്കറ്റ് വാച്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ ഓർമ്മ ദിനത്തിനെങ്കിലും മകനെ കാണാൻ ശ്രമിക്കുന്ന പേരില്ലാത്ത തന്തയുടെ കഥയാണ് ദി പോക്കറ്റ് വാച്ച്. വെറും 3 കഥാപാത്രങ്ങൾ മാത്രമാണ് ഉള്ളത്. സംഭാഷണങ്ങൾ വളരെ കുറവാണ്. വാർദ്ധക്യത്തിൻ്റെ അലസതയിൽ കൊഴിഞ്ഞുപോയ നല്ല കാലത്തിൻ്റെ ഓർമ്മകളെ ചികഞ്ഞെടുക്കുവാൻ ശ്രമിക്കുകയാണ് അപ്പ എന്ന് പറയുന്ന കഥാപാത്രം. ഇതിൻ്റെ പോസിറ്റീവ് നല്ല ബെസ്റ്റ് കളറിങ് ആയിരുന്നു കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലൈറ്റിങ്ങും ബെസ്റ്റായിരുന്നു, എഡിറ്റിങ്ങും കുഴപ്പമില്ല. കുറഞ്ഞ സമയത്തിനുള്ളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെമ്മറി, അതോടൊപ്പം തന്നെ തുടക്കത്തിലെ ഹോസ്പിറ്റൽ സീനും എഡിറ്റിങ്ങിൻ്റെ മികവായിട്ട് എനിക്ക് തോന്നി. വീട്ടിനകത്തെ എല്ലാ സീനുകളും വളരെ ഗംഭീരമാക്കുവാൻ കളറിങ്ങും ലൈറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് പറയാൻ പോയി കഴിഞ്ഞാൽ സാം എന്ന കഥാപാത്രം നല്ലതുപോലെ നാടകം കളിക്കുകയായിരുന്നു. വരാത്ത സന്തോഷവും വരാത്ത സങ്കടവും മാസ്ക് ഇട്ടതുപോലെ പ്രതിഫലിപ്പിക്കുകയാണ് ഈ സാം എന്ന കഥാപാത്രം. അപ്പനും മകനും വരാന്തയിലിരിക്കുന്ന ഒരു സീനിൽ വരാത്ത സന്തോഷം അദ്ദേഹം എടുത്തണിയുകയാണ്. അങ്ങനെ ഒരു ഫീലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലൂടെ എനിക്ക് തോന്നിയത്. ആ സീനിൽ അദ്ദേഹത്തിൻ്റെ ഫേസിൽ എന്തോ തേച്ചതുപോലെ ഓയിൽ മേക്കപ്പ് എന്തൊക്കെ ചെയ്ത് വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഹോസ്പിറ്റലിലെ അദ്ദേഹത്തിൻ്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അപ്പൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ അപ്പനും മകനും കൂടി പരസ്പരം കാണുന്ന ഒരു സീനുണ്ട്. അതിൽ അപ്പനാണെങ്കിൽ ഇപ്പോൾ കണ്ണു തുറക്കണോ വേണ്ടയോ, കണ്ണു തുറക്കണോ വേണ്ടയോ എന്ന് പറയുന്നത് പോലെ എൻ്റെ പൊന്നു ഡയറക്ടറെ നിങ്ങൾ ഒന്ന് കണ്ണു തുറക്കാൻ സമ്മതിക്ക് എന്ന് പറയുന്ന ഒരു ഫീലാണ് അപ്പൻ്റെ ആ ഒരു ആക്ടിങ്ങിലൂടെ എനിക്ക് തോന്നിയത്. ബാക്കിയുള്ള കുറേ നല്ല സീനുകൾ അപ്പൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പക്ഷേ സപ്പോർട്ടിങ് ആയിട്ടുള്ള മകൻ സാം എന്ന് പറയുന്നത് ആൾ നല്ല വെറുപ്പിക്കലായിരുന്നു. ആക്ട് ചെയ്ത് നാടകം കളിച്ച് അദ്ദേഹം വെറുപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പനും മകനും നല്ല ഒരു കിടിലം ഡ്രാമയായിട്ടാണ് അവരുടെ പെർഫോമൻസ് പുറത്തെടുത്തത്. പിന്നെ ഡോക്ടർ കഥാപാത്രം, ഈ ഡോക്ടർ എപ്പോഴെങ്കിലും പേഷ്യൻറ്റിൻ്റെ പേര് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അവിടെ പേര് പറയാത്തത് കൊണ്ട് തന്നെ അപ്പന് പേരില്ലാതെ പോയി എന്നതും ഒരു മിസ്റ്റേക്കായി എനിക്ക് തോന്നി. പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ്റെയും അതോടൊപ്പം തന്നെ ഡോക്ടർ ബിജുവിൻ്റെയും LJPയുടെയൊക്കെ ടച്ചിങ് സ്റ്റൈല് കടമെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഡയറക്ടർ. പക്ഷേ പെർഫോമൻസിലൂടെ അത് പാളി എന്ന് തന്നെ പറയണം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഫസ്റ്റ് സീൻ മാത്രം അല്പമെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാച്ചായിട്ടുള്ളത് ആ സീനുമുണ്ട്. മറ്റതെല്ലാം പിയാനോ അലസമായിട്ട് പ്ലേ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇംഗ്ലീഷ് ആണ് ഈ സിനിമ. പക്ഷേ ഇംഗ്ലീഷ് സബ് ടൈറ്റിലൊക്കെ ഉള്ളത് വളരെയധികം വേറിട്ട ഒരു കാഴ്ചയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ടൈറ്റിൽ കാർഡും വളരെ മനോഹരവും വളരെയധികം ഇൻട്രസ്റ്റിങ്ങുമായിട്ട് എനിക്ക് തോന്നി. പിന്നെ സിനിമ കഴിഞ്ഞിട്ടുണ്ടല്ലോ, സത്യമായിട്ട് ഈ ആങ്കർമാരുടെ തള്ളുണ്ടല്ലോ, ഒട്ടും സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്ലാസിക് ഡ്രാമ, ഫീൽ ഗുഡ് എന്നൊക്കെ പറഞ്ഞ അവരുടെ വക നല്ലൊരു തള്ളും ഉണ്ടായിരുന്നു. സിനിമ കാണുന്നതിന് മുമ്പൊക്കെയാണ് ഈ തള്ളെങ്കിലും ഓക്കെ സഹിക്കാം. പക്ഷേ ഈ സിനിമ കണ്ടിട്ട് മരവിച്ചിരിക്കുന്ന കാഴ്ചക്കാരനെ വെറുപ്പിക്കുന്നതിനെ കൊണ്ടല്ലോ ഒരു പരിധിയില്ലേ. അതിനിടയിലാണെങ്കിൽ ഈ വെറുപ്പിക്കൽ കഴിഞ്ഞിട്ട് ഇൻ്റർവെൽ ബ്ലോക്ക്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി ഇല്ലായിരുന്നു, സൗണ്ട് ഒരു എഫക്റ്റും ഇല്ലായിരുന്നു. നോർമൽ സൗണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ആ തുടക്കത്തിൽ ആ ഒരു ഹോസ്പിറ്റൽ സീന് ഒഴിവാക്കിയെങ്കിൽ അല്പം കൂടി എൻഗേജ്ഡ് ആക്കാൻ കഴിയുമായിരുന്നു. മൊത്തത്തിൽ സിനിമയെന്ന് പറയാൻ കഴിയാത്ത ആഗ്രഹങ്ങളുടെ പുറത്തുള്ള ഒരു കാട്ടിക്കൂട്ടലും അതോടൊപ്പം തന്നെ ഒരു തെരുവ് നാടകത്തിൻ്റെ ഫീലുമാണ് ഇത് ഈ പോക്കറ്റ് വാച്ച് എനിക്ക് നൽകിയത്. മൊത്തത്തിൽ ഇതൊരു സിനിമയാണ് എന്ന് പറയാൻ കഴിയാത്ത ഒരു കാട്ടിക്കൂട്ടലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, താങ്ക് യു.